Hi students, welcome to Civil TIPS-PSC. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാം ആയിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പൊതുവേ എല്ലാവർക്കും എക്സാം പൊതുവേ ഈസി ആയിരുന്നടാ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ കിട്ടിയ മാർക്ക് ഒന്ന് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകാം. നമ്മുടെ സിലബസ് പ്രകാരമുള്ള ആ ഒരു മാർക്ക് വെയിറ്റേജൊക്കെ കൊടുത്ത് തന്നെയാണ് ആ ഒരു സിലബസ് കറക്റ്റ് പാലിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ എടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഗണ്ടേഴ്സ് ചെയിൻ ഈസ് ആൾസോ നോൺ അസ്. ഓക്കെ, ഗണ്ടേഴ്സ് ചെയിൻ ഈസ് ആൾസോ നോൺ അസ് ഏതാണ്? ഓപ്ഷൻ സി സർവേയേഴ്സ് ചെയിൻ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ചെയിൻ സർവേയിങ് ദ കോമ്പൻസേറ്റിംഗ് ഇറർ ഈസ് കോസ്ഡ് ബൈ. ചെയിൻ സർവേയിൽ കോമ്പൻസേറ്റിംഗ് ഇറർ വരുന്നത് ഏതിലാണ്? കെയർലെസ് ഹോൾഡിംഗ് ആൻഡ് മാർക്കിങ്ങിലാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഞാൻ ഇതേപോലുള്ള എല്ലാം ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ കിട്ടാത്തവർ എന്തെങ്കിലും കാരണവശാൽ ഓപ്ഷൻസ് തെറ്റിപ്പോയി വിഷമിക്കേണ്ട. നമുക്ക് ഇനിയും എക്സാം വരുന്നുണ്ട്. 8-ാം തീയതി എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 23-ാം തീയതി നമ്മുടെ സെക്കൻഡ് ഗ്രേഡ് വരുന്നുണ്ട്. അതുപോലെ അങ്ങനെ സെപ്റ്റംബറിൽ അടുത്ത് എക്സാം ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിനൊക്കെ വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻ റേഞ്ചിങ് ഇഫ് ദ സർവേയർ റൈസസ് ബോത്ത് ദ ഹാൻഡ് എബവ് ഹിസ് ഹെഡ് ആൻഡ് ദെൻ ബ്രിങ്സ് ദം ഡൗൺ ആസ് എ സിഗ്നൽ ടു ഹിസ് അസിസ്റ്റൻറ്റ് വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? ഇപ്പം സിഗ്നൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലേതാണ്ട ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ദ റേഞ്ചിങ് റോഡ് ഈസ് കറക്റ്റ് പൊസിഷൻ. ഓക്കെ, അതാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ പ്ലെയിൻ ടേബിൾ സർവേയിങ് ഡാഷ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു സൈറ്റ് ആൻഡ് ഒബ്ജക്റ്റ്. ഏതാണ്? നമ്മൾ പ്ലെയിൻ ടേബിളിൽ നമ്മൾ ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ അലിഡേഡ് ആണ് ആൻസർ. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ ഈസ് ആൾസോ നോൺ അസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ലേഹ്മാൻസ് മെത്തേഡാണ്. ഇതാണ് ഒരു പേരിൻ്റെ അതർ നെയിംസ് പഠിച്ചുകൊണ്ട് പോകാൻ പറയുന്നത് ഇതാണ്. അപ്പം ലേഹ്മാൻസ് അല്ലെങ്കിൽ ലേഹ്മാൻസ് മെത്തേഡിന് മറ്റൊരു നെയിമാണ് ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ലെവലിംഗ് പ്ലസ് സൈറ്റ് ഈസ് ആൾസോ നോൺ അസ്. ഓക്കെ, പ്ലസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതിനാണ് അവിടെ പറയുന്നത്? ഓപ്ഷൻ എ ബാക്ക് സൈറ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ബാക്ക് സൈറ്റിനെയാണ് പ്ലസ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഫോർ സൈറ്റിന് മൈനസ് സൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനി സർഫേസ് ടു വിച്ച് എലിവേഷൻ ആർ റിഫേർഡ് ഈസ് നോൺ അസ്. ഏതാണ് ആൻസർ? സർഫേസ് എന്ന് പറയുന്നുണ്ട്, എലിവേഷൻ എന്ന് പറയുന്നുണ്ട്. സോ ഏതാണടാ? ഓപ്ഷൻ ഡി ഡേറ്റമാണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ഡേറ്റമാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം നോർത്ത് 18 ഡിഗ്രി 15 മിനിറ്റ് വെസ്റ്റ് ആണ്. അതിന് റെഡ്യൂസ്ഡ് ബിയറിംഗ് ആക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലേതാണ് ആൻസർ? ആൻസർ വരുന്നത് എ ആണല്ലേ? എ ആണ്. ഇവിടെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ നോർത്ത് 18 ഡിഗ്രി 15 മിനിറ്റ് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഡയറക്ഷനാണ്, ഈ ആംഗിളാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ ഹോൾ സർക്കിൾ ബിയറിങ്ങിലോട്ടാക്കുമ്പോൾ എങ്ങനെ വരുവാടാ? 360 നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ആ 18 ഡിഗ്രി 15 മിനിറ്റിനെ കുറച്ചാൽ മതി. 360 എങ്ങനെ കുറയ്ക്കും? 359 ഡിഗ്രി 60 മിനിറ്റ് മൈനസ് 18 ഡിഗ്രി 15 മിനിറ്റ് എന്ന് എടുത്ത് കുറയ്ക്കും. ഓക്കെ, അതങ്ങനെയാണ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിങ് ആൻഡ് ഏരിയ ഓൺ എ കോണ്ടൂർ മാപ്പ്. കോണ്ടൂർ മാപ്പിൽ നമ്മൾ ഏരിയ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? നമുക്കറിയാം. ഓപ്ഷൻ സി പ്ലാനിമീറ്റർ ആണ് ആൻസർ. പ്ലാനിമീറ്റർ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ബിയറിംഗ് ഓഫ് ദ ലൈൻസ് എ ബി ആൻഡ് ബി സി ആർ 130 ഡിഗ്രി ആൻഡ് 50 ഡിഗ്രി. ദ ഇൻക്ലൂഡഡ് ആംഗിൾ എ ബി സി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻക്ലൂഡഡ് ആംഗിളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? എ ബി ആൻഡ് ബി സി 130 ഡിഗ്രി ആൻഡ് 50 ഡിഗ്രി എന്നാണ് പറയുന്നത്. സോ എ ബി ഇങ്ങനെ വരും. ഇവിടെ എ ബി 130 ആണ്. സോ ഈ ഒരു ഡയറക്ഷനിൽ വരും. ഇത് എ, ഇത് ബി. ഓക്കെ, ദെൻ 50 ഡിഗ്രിയാണ് ബി സി. 50 ഡിഗ്രി ആകുമ്പോൾ
ഈ ഒരു ഡയറക്ഷൻ ഈ ആംഗിളാണ് 50 ഡിഗ്രി. ഓക്കെ, ഇത് എ, ഇവിടെ ഈ ഒരു ആംഗിളാണ് 130 ഡിഗ്രി. ഓക്കെ, 130 ഡിഗ്രി. ഈ ആംഗിൾ നമുക്കറിയാം 50 ഡിഗ്രി. നമുക്കിവിടെ കാണേണ്ടത് ഏതാണ്? ആംഗിൾ എ ബി സി ആണ് കാണേണ്ടത്. ഓക്കെ, ആംഗിൾ ഈ എ ബി സി ഇത്രയും ഹോൾ ആംഗിളാണ് നമുക്ക് കാണേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഈ ആംഗിൾ 130 തന്നിട്ടുണ്ട്. സോ 130 നിന്ന് 90 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടും. ഓക്കെ, 130 നിന്ന് 90, അതായത് ഈ 90 കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ കിട്ടും. അത് എത്ര എന്ന് കിട്ടും? 40 ഡിഗ്രി എന്ന് കിട്ടും. സോ ഈ ആംഗിൾ 40 ഡിഗ്രി ആയത് കാരണം ഈ ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കും. സോ ഈ 90 നിന്ന്, ഇവിടുത്തെ 90 നിന്ന് 40 ഡിഗ്രി കുറച്ചാൽ ഈ ആംഗിൾ കിട്ടും. സോ അത് 50 ഡിഗ്രി എന്ന് കിട്ടി. 50 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി എത്രയാണ്? 100 ആണ് ആൻസർ. ഓക്കെ, അവിടെ ആൻസർ വരുന്നത് 100 ആണ് ആൻസർ. Then next question, which of the following statement is correct about measurement of vertical angle using total station? ഓപ്ഷൻ വരുന്നത് ഇറ്റ് ഈസ് മെഷേർഡ് റിലേറ്റീവ് ടു ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഓപ്ഷൻ ബി ഇറ്റ് ഈസ് മെഷേർഡ് ആസ് സെനിറ്റ് ആംഗിൾ. അതാണ് അവിടുത്തെ ആൻസർ. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് സെനിറ്റ് ആംഗിൾ. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിയോഡലൈറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. തിയോഡലൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. റേഞ്ചിങ് എ ലൈൻ, ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർമെൻറ്റ്, കാൽക്കുലേറ്റിംഗ് വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ആൾ ഓഫ് ദി ആൻസർ ആൾ ഓഫ് ദി എബോവ് ആണ് അവിടുത്തെ ആൻസർ. ദെൻ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ തിയോഡലൈറ്റ് ഏതാണ്? ഓപ്ഷൻ എ 20 സെക്കൻഡ് ആണ് ആൻസർ. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് എ ലൈൻ ഈസ് പോസിറ്റീവ് ആൻഡ് ഡിപ്പാർച്ചർ ഈസ് നെഗറ്റീവ്, ദെൻ ദ ലൈൻ ഈസ് ഇൻ ദ ഏത് ക്വാഡ്രൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 4th ക്വാഡ്രൻ്റാണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി 4th ക്വാഡ്രൻ്റാണ് വരുന്നത്. ഇവിടെ പലർക്കും ക്വാഡ്രൻ്റ് മാറിപ്പോകാറുണ്ട്. നമ്മൾ സർവേയിൽ ഇത് 1st ക്വാഡ്രൻ്റ്, ഇത് 2nd ക്വാഡ്രൻ്റ്, ഇത് 3rd ക്വാഡ്രൻ്റ്, 4th ക്വാഡ്രൻ്റാണ് വരുന്നത്. സോ ഇവിടെ പോസിറ്റീവ്, ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവാണ്. സോ പോസിറ്റീവ് ആയതുകൊണ്ട് അത് നോർത്തിൽ ഈ ഡയറക്ഷനിൽ വരും. ദെൻ ഡിപ്പാർച്ചർ നെഗറ്റീവാണ്, അത് സോ ഈ വെസ്റ്റ് ഡയറക്ഷനിൽ വരും. സോ ഇവിടത്താണ് നമ്മൾ ആൻസറായിട്ട് വരുന്നത്. അത് 4ാമത്തെ ക്വാഡ്രൻ്റാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് 4 മീറ്റർ, ദ സം ഓഫ് ഡിപ്പാർച്ചർ ഈസ് 3 മീറ്റർ, ദെൻ ദ ക്ലോസിംഗ് ഇറർ ഓഫ് ദ ട്രാവേഴ്സ് വിൽ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ ഫോർമുല ക്ലോസിംഗ് ഇറർ കാണേണ്ട ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോസിംഗ് ഇറർ കാണേണ്ട ഫോർമുല എന്താണ്? ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എൽ സ്ക്വയർ പ്ലസ് സിഗ്മ ഡി സ്ക്വയർ ആണല്ലേ. സോ എൽ എത്രയാണ്? 4 ആണ്. 4 സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എത്രയാണ്? ഡി എത്രയാണ്? 3 മീറ്റർ ആണ്. സോ റൂട്ട് 25 എന്ന് വരും. 25ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 5 ആണ് ആൻസറായിട്ട് വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ സി 5 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ലെങ്ത് ഓഫ് ലോങ് കോഡ് ഓഫ് എ സർക്കുലർ കർവ് ഓഫ് റേഡിയസ് ആർ, ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ ഡിഗ്രി ഈസ് ഗിവൺ ബൈ. അതിൻ്റെ ഫോർമുലയാണ് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഫോർമുല ഏതാണ്? ഓപ്ഷൻ ഡി 2r സൈൻ ഡെൽറ്റ ബൈ 2. 2r സൈൻ ഡെൽറ്റ ബൈ 2. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Then next question, a simple circular curve of radius 300 meter is to be set out on field. Calculate the volume, calculate the value of versed sine for the curve if the deflection angle delta equal to 120 degree. ഇവിടെ നമുക്ക് ഫോർമുല അറിഞ്ഞിരുന്നാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും. ഇവിടുത്തെ ഫോർമുല ഏതാണ്ടാ? r × 1 - cos ഡെൽറ്റ ബൈ 2 ആണ് ഇവിടുത്തെ ഫോർമുല. ഓക്കെ, ഇവിടെ r × 1 - cos ഡെൽറ്റ ബൈ 2. ഡെൽറ്റയുടെ വാല്യൂ 120 ആണ്. സോ ഡെൽറ്റ ബൈ 2 വരുമ്പോൾ cos 60 ഡിഗ്രി എന്ന് വരും. ഇനി ആറിൻ്റെ വാല്യൂ കൂടെ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 150 മീറ്റർ ആണ് ആൻസർ. Then next question, which of the following is an example of vertical curve? Vertical curve എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ സി സമ്മിറ്റ് കർവ് ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി സമ്മിറ്റ് കർവ് ആണ് ആൻസർ. ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ, മോഡേൺ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് മെഷേഴ്സ് ഡിസ്റ്റൻസ് ബൈ. EDM ഏതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. മെഷർമെൻറ്റ് ഓഫ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റഡ് ആൻഡ് റിഫ്ലക്റ്റഡ് സിഗ്നൽ ആണ് ആൻസർ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ്, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് EDM ആണ് ആൻസർ. ദെൻ 21. ഫോർ എ പ്രോജക്റ്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് എസ്റ്റിമേറ്റ് ഈസ് accorded sanction in a technical sanction, ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ദെൻ 22. എ സ്കൂൾ ബിൽഡിംഗ് ഓഫ് 10 ക്ലാസ് റൂം ഈസ് ടു ബി കൺസ്ട്രക്റ്റഡ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ സ്കൂൾ ഇൻ ടേംസ് ഓഫ് പെർ ക്ലാസ് റൂം ഈസ് 1,50,000. കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു 1,50,000 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ബി ആൻസർ ആയിട്ട് കിട്ടും. ബി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആനുവൽ സിങ്കിങ് ഫണ്ട് ഈസ് ഗിവൺ ബൈ, ആനുവൽ സിങ്കിങ് ഫണ്ടിൻ്റെ ഫോർമുല ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഏതാണ് ഫോർമുല? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സിങ്കിങ് ഫണ്ട് ഈസ് ഈക്വൽ ടു SI/1+I the whole power n minus 1. ഓക്കെ, അതാണ് ആൻസർ. ദെൻ 24. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ക്യൂബിക്കൽ കണ്ടൻറ്റ് മെത്തേഡ്. സ്റ്റേറ്റ്മെൻറ്റ്: ദിസ് ഈസ് ആൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, ദിസ് ഈസ് ആൻ പ്രിലിമിനറി എസ്റ്റിമേറ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻ ഈസ് ട്രൂ. ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ട്രൂ ആയത് തിരഞ്ഞെടുക്കാനാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ടു, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. കാരണം എന്താണ്? നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ അതർ നെയിമാണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയാം, അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയാം. സോ ഈ ക്യൂബിക്കൽ കണ്ടൻറ്റ് വരുന്നത് അതിൽ തന്നെയാണ്. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ. Then next question. If the estimated cost of a project is increased due to unforeseen expense, it is known as unforeseen expense എന്ന് പറഞ്ഞാൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി contingencies ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. Then next question. Which of the following estimate is done to account the cost required to keep the built structure in safe and working condition? ഏതാണ് സേഫ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ? ഓപ്ഷൻ ഡി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ഒന്ന് ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കൺഫ്യൂസിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ക്വസ്റ്റ്യൻ ഒന്ന് 2 പ്രാവശ്യം മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ IS കോഡ് ഫോർ മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ബിൽഡിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്? ഏതാണടാ? ഓപ്ഷൻ ബി IS 1200 ആണ്. ഇത് എസ്റ്റിമേഷനിൽ നമ്മൾ മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞപ്പോൾ ക്ലാസ്സിൽ കുറേ ടൈംസ് പറഞ്ഞ ഒരു IS കോഡാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ സാനിറ്ററി വർക്ക് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഈസ് യൂഷ്വലി പ്രൊവൈഡ്? ഏതാണ്? ഓപ്ഷൻ സി 8%. Then a room is 5 meter by 3 meter with 20 centimeter wall all around. The estimated length of the wall by central line method ആണ് ചോദിച്ചിരിക്കുന്നത്. സെൻട്രൽ ലൈൻ മെത്തേഡ് വരുമ്പോൾ അതിൻ്റെ ലെങ്ത്, വാളിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതെങ്ങനെ ചെയ്യാം? കൺഫ്യൂസ് ഉള്ളവർ ആ ചെറുതായിട്ടൊന്ന് ഡയഗ്രാം വരച്ച് നോക്കുക. ഓക്കെ, ഇതൊരു റൂമാണ്. ഇതിൻ്റെ വാൾ തിക്നെസ് പറയുന്നുണ്ട്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ദെൻ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ദെൻ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. സോ നമുക്കങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ ആൻസർ ഏത് വരും? 16.8 മീറ്റർ എന്ന് ആൻസർ വരും. ഓക്കെ, സോ സി ആണ് ആൻസർ. Then next question. No deduction should be made for openings like ventilator, floors, etc. having opening up to dash in section. ഏതാണ്? ഓപ്ഷൻ ഡി 0.1 square meter ആണ് ആൻസർ. The next question. A good building stone should not absorb dash percentage of water by weight when kept is immersed in water for 24 hours. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി 5% ആണ്. 5%-നേക്കാളും കൂടുതൽ ബിൽഡിംഗ് സ്റ്റോൺ വാട്ടർ അബ്സോർവ് ചെയ്യാൻ പാടില്ല. അതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതിൽ തന്നെ 10% എന്ന് പറയുന്നത് എന്താണ്? 10%-നേക്കാളും കൂടുതലായ നമ്മൾ ആ സ്റ്റോൺ റിജക്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയമെൻഷൻ ഓഫ് മോഡുലാർ ബ്രിക്ക് ഏതാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മോഡുലാർ ബ്രിക്കിൻ്റെ സൈസ് ഏതാണ്? 19/9/9 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഈ പേര് മാറിപ്പോകരുത്. മോഡുലാർ ബ്രിക്ക് എന്ന് പറയാനും സ്റ്റാൻഡേർഡ് ബ്രിക്ക് എന്ന് പറയാനും സെയിം ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻ അഗ്രിഗേറ്റ് ആർ ദോസ് അഗ്രിഗേറ്റ്? ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി വിച്ച് പാസസ് ത്രൂ 4.75 mm ISU. 4.75 mm ISUയുടെ കടന്നു പോകുന്നതാണ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ റിറ്റെയിൻ ചെയ്യുന്നത് ഏതാണ്? കോഴ്സ് അഗ്രിഗേറ്റ് ആണ്.
Okay. Next question. For testing workability of concrete, which test among the following is used? ഏതാണ് ഓപ്ഷൻ എല്ലാം കറക്റ്റാണ്. ആൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ഫ്ലോ ടെസ്റ്റും VME ടെസ്റ്റും കോമ്പാക്ഷൻ ഫാക്ടറെല്ലാം നമ്മൾ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഡ്മിനിസ്ട്രേറ്റ്സ് ആർഡർ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഇയർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ഇൻ കോൺക്രീറ്റ്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആക്സിലറേറ്റിംഗ് അഡ്മിനിസ്റ്റർ ആണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രാക്ക് ഓർ cleft developing longitudinally in the log after their felling, which are cutting across the annual ring of the log. ഇവിടെ ഏതാണ് ആൻസർ? സെക്സ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. വാർപ്സ് എന്തായാലും വരില്ല, റിൻഡുകളും വരത്തില്ല. നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് സെക്സും ഷേക്കും ആണ്. അതിൽ തന്നെ സെക്സ് എന്ന് വരാൻ കാരണം എന്താണ്? ക്രാക്സ് അവർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോഞ്ചിറ്റ്യൂഡനലി എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി സെക്സ് ആണ് ആൻസർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിക്നെസ് ഓഫ് 3 ply's ഷോൾഡ് ബി. നമ്മൾ പ്ലൈവുഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിലേതാണ്? ഓപ്ഷൻ എ 3, 4, 5, 6 mm ആണ് ആൻസർ. ദെൻ 38ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് സൗണ്ട്നെസ് ഓഫ് സിമെൻറ്റ്. ഏതാണ്? ഓപ്ഷൻ ബി ലേശാലിയർ അപ്പാരറ്റസ് ആണ്. ലേശാലിയർ അപ്പാരറ്റസ് ആണ് സൗണ്ടിൽ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ ബ്ലാസ്റ്റ് ഫർണൈസ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ്. ബ്ലാസ്റ്റ് ഫർണൈസ് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ പിഗ് അയൺ ആണ് ആൻസർ. ഓക്കെ. ദെൻ 40ാമത്തേത്. ചാർക്കോസൈറ്റ് ഈസ് ആൻ ഓർ ഓഫ്. ഏതിൻ്റെ ഓറാണ്? കോപ്പറിൻ്റെ ഓറാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും. ചാർക്കോസൈറ്റ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ ഓറാണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ 41. ലോഡ് ബിയറിംഗ് പാർട്ടീഷൻ വാൾ ഈസ് കാൾഡ്. ലോഡ് ബിയറിംഗ് ചെയ്യുന്ന പാർട്ടീഷൻ വാൾ ഏതാണ്ട്? ഇന്റേണൽ വാൾ ആണല്ലേ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ inclined or splayed surface on the abutment which is prepared to receive the arch and from which is arch spring or called ഏതാണല്ല? ഓപ്ഷൻ സി സ്ക്യൂ ബാക്ക് ആണ്. സ്ക്യൂ ബാക്ക് ആണ് അവിടുത്തെ ആൻസർ. ദെൻ 43. ട്രയാങ്കുലർ അപ്പർ പാർട്ട് ഓഫ് എ വാൾ ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് എ പിച്ച്ഡ് റൂഫ് ഈസ് നോൺ ആസ്. ഏതാണ്? ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഗേബിൾ ആണ് ആൻസർ. ഓപ്ഷൻ എ ഗേബിൾ ആണ് ആൻസർ. Then vertical member which is placed at the end of the flight to connect the end of strings and hang rail. ഏതാണല്ല? ഓപ്ഷൻ സി ന്യൂവൽ പോസ്റ്റ് ആണ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ സി ന്യൂവൽ പോസ്റ്റ് ആണ് ആൻസർ. The next question. Wooden pieces are placed horizontally on principal rafter to carry the common rafter. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി പെർലിൻ ആണ് ആൻസർ. ഓക്കെ. പെർലിൻ ആണ് ആൻസർ വരുന്നത്. ദെൻ ബിയറിംഗ് ഓഫ് ദി ലിൻഡൽ ഷുഡ് ബി മിനിമം ഓഫ്. ഏതൊക്കെയാണ്? 10 cm പറയുന്നുണ്ട്. ഹൈറ്റ് ഓഫ് ലിൻഡൽ പറയുന്നുണ്ട്. 1/10 to 1/12 സ്പാൻ ഓഫ് ലിൻഡലും പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. അതെല്ലാം കറക്റ്റായ ആൻസർ ആണ്. നമുക്കിവിടെ കൺഫ്യൂഷൻ വരരുത്. നമ്മൾ 100 mm എന്നാണ് പഠിച്ചിട്ടുള്ളത്. അത് 10 cm എന്നൂടെ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിനിമം സ്ട്രിപ്പിംഗ് ടൈം ഓഫ് സോഫിറ്റ് ഫോംവർക്ക് ടു ബീമിൻ്റെ കാര്യമാണ്. പ്രോപ്സ് ടു ബി റീഫിക്സ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിമൂവൽ ഓഫ് ഹോംവർക്ക് എന്നും പറയുന്നുണ്ട്. സോ ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ 7 ദിവസമാണ്. 7 days. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദ സ്കഫോൾഡിംഗ് ഫ്രെയിംവർക്ക് സപ്പോർട്ടഡ് ഓൺ ദ ഗ്രൗണ്ട് ഓർ എംബഡഡ് ഇൻ ടു ദ ഗ്രൗണ്ട്. ഏതാണ്ടാ? ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ്സ് ആണ് ആൻസർ. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഫൂട്ടിംഗ് ഓഫ് 2 columns connected by a beam is called. ഏതാണ് ആൻസർ? സ്ട്രാപ്പ് ഫൂട്ടിംഗ്. ഓപ്ഷൻ സി സ്ട്രാപ്പ് ഫൂട്ടിംഗ് ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോസസ് ഓഫ് ഫില്ലിംഗ് അപ്പ് ഹോളോ സ്പേസസ് ഇൻ ദ സോളിഡ് ബാക്ക്ഗ്രൗണ്ട് ബിഫോർ അപ്ലൈയിങ് ദ മെയിൻ ബോഡി ഓഫ് ദ പ്ലാസ്റ്റർ. ഏതാണ് ആൻസർ? ഡബ്ബിംഗ് കോട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. നമ്മൾ പ്ലാസ്റ്റർ ഫസ്റ്റ് കോട്ട് ചെയ്യുമ്പോൾ അതായത് ഫില്ല് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഡബ്ബിംഗ് കോട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ഡബ്ബിംഗ് കോട്ട് ഓപ്ഷൻ എ ആണ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ എ സിലിണ്ടർ ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് ദ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ഇൻക്രീസസ് ആൻഡ് ദ ഡയമീറ്റർ ഡിക്രീസസ് ദെൻ ദ ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ഒറിജിനൽ ഡയമീറ്റർ ഈസ് കോൾഡ്. ഏതാണ്? ഓപ്ഷൻ സി ലാറ്ററൽ സ്ട്രെയിൻ ആണ് ആൻസർ. ഓക്കെ. ലാറ്ററൽ സ്ട്രെയിൻ ആണ് ആൻസർ. Then maximum bending moment for a cantilever beam of span L subjected to a total load of W kN as UDL will be.
ഇവിടെ ആൻസർ വരുന്നത് WL/2 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് W കിലോ ന്യൂട്ടണിൽ തന്നിട്ടുണ്ട്. ദെൻ UDL എന്നും പറയുന്നുണ്ട്. W കിലോ ന്യൂട്ടണിലാണ്. സോ ആൻസർ ഓപ്ഷൻ ബി WL/2 ആണ് ആൻസർ. Then next question, change in volume of the thin cylinder of diameter D, thickness T, internal pressure P and modulus of elasticity E എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ്. PD/4 TE 5 - 4 mu. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസിന് യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, മീറ്റർ ക്യൂബ് ആണ് ആൻസർ. ദെൻ maximum shear stress for a simply supported beam of rectangular cross section B into D subjected to a shear force F. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, 3F/2 BD ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളാർ സെക്ഷൻ മോഡുലസ് ഓഫ് എ സർക്കുലർ സെക്ഷൻ വിത്ത് D as diameter. ഏതാണ് ഇവിടെ ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ L ഈസ് സബ്ജക്റ്റഡ് ടു 2-point load of W kilonewton as shown below. What will be the shear force at the point C at the center of the span? ഇവിടെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. നമുക്കിവിടെ ഒരു റിയാക്ഷനും അതായത് ഈ റിയാക്ഷനായിട്ടുള്ള ഈ ലോഡും മുകളിൽ നിന്നും ലോഡ് വരുന്നുണ്ട്. സോ അവിടെ ആൻസറായിട്ട് വരുന്നത് 0 kN ബി ആണ് ആൻസർ. സോ രണ്ട് സൈഡും റിയാക്ഷനായിട്ട് വരുന്നുണ്ട്, അതിന് പകരം ഓപ്പോസിറ്റ് ഇവിടെ ലോഡും വരുന്നുണ്ട്. സോ അവിടെ ആൻസർ 0 kN ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് എനാബിൾസ് ഇറ്റ് ടു റെസിസ്റ്റ് ഫ്രാക്ചർ ഡ്യൂ ടു ഇമ്പാക്റ്റ് ലോഡ് ഈസ് നോൺ as. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ടഫ്നെസ് ആണ് ആൻസർ. ഓക്കെ, then a simply supported beam of rectangular cross section 300 mm by 400 mm having span 6 meter is subjected to UDL of 8 kN per meter. Calculate the stress at a neutral axis. ന്യൂട്രൽ ആക്സിസ് തന്നിട്ടുണ്ട്. സോ എന്താണ് ആൻസർ? 0 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് passes through a single point. Such forces are called to be. സിംഗിൾ പോയിന്റ് ആണ്. സോ ഇവിടെ കൺകറന്റ് ഫോഴ്സ് ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഇൻഡെക്സ് പ്രോപ്പർട്ടി ഓഫ് സോയിൽ. ഇൻഡെക്സ് പ്രോപ്പർട്ടി അല്ലാത്ത നോട്ട് ആൻ ഇൻഡെക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി പെർമിയബിലിറ്റി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലോവസ്റ്റ് വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ശ്രിങ്കേജ് ലിമിറ്റ് ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ശ്രിങ്കേജ് ലിമിറ്റ് ആണ് ആൻസർ. ദെൻ ദ മാക്സിമം സൈസ് ഓഫ് ക്ലേ പാർട്ടിക്കിൾ സൈസ് ഏതാണ്? 0.002 mm ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ വെൻ ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് വാല്യൂ ഈസ് 1, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ സോയിൽ. ഏതാണ് ആൻസർ? കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി. ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which footing is most suitable when a row of columns are very closely spaced that their spread footing are overlap or nearly touch each other. ഏതാണ്? കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഓപ്ഷൻ ഡി കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ് ആൻസർ. ദെൻ piles used for foundation and other temporary works are categorized as class B. Such piles have a diameter. ഇവിടെ നമുക്ക് നമ്മുടെ IS കോഡ് വെച്ചിട്ട് ക്ലാസ് എയും ക്ലാസ് ബിയും തിരിച്ചിട്ടുണ്ട്. അതിൽ ക്ലാസ് എയിലേതാണ് നോട്ട് ലെസ് ദാൻ 30 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ക്ലാസ് ബിയിൽ കോമ്പാക്ഷൻ്റെതാണ് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് നമുക്കത് കറക്റ്റ് PSC ആൻസർ കീയിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഓപ്ഷൻ എയും ബിയും വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്കത് കറക്റ്റ് ആൻസർ കീ വരുമ്പോൾ നോക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the pressure intensity which is considered as safe both with respect to shear failure and settlement is called. ഏതാണ്? ഓപ്ഷൻ ബി allowable bearing capacity. ഓപ്ഷൻ ബി ആണ് ആൻസർ. Then the standard penetration test is most frequently used to measure the ഏതാണ് ആൻസർ? സി ആണ്, relative density of granular soil ആണ് ആൻസർ. Then
When the product of rock weathering are not transported as sediments but remain is place, the soil is known as residual soil. Option C ആണ് ആൻസർ. Then next question, the weight of soil mass is expressed as ഏതാണ് അവിടെ D ആണ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് ആൻസർ. Then the runoff increases with ഏതാണ് കാരണം ഓപ്ഷൻ ബി increases the intensity of rain ആണ് ആൻസർ. Then മേജർ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഇൻ എ ഗ്രാവിറ്റി ഡാം ഏതാണ് ആൻസർ സെൽഫ് വെയ്റ്റ് ഓഫ് ഡാം ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ ഇൻ ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് ക്രോപ്പ് ഇറിഗേറ്റഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ റിക്വയർഡ് ഡ്യൂറിങ് ദ എൻറ്റയർ പീരീഡ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദാറ്റ് ക്രോപ്പ് ഈസ് നോൺ as ഏതാണ് ഓപ്ഷൻ ബി ഡ്യൂട്ടി ആണ് ആൻസർ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക, അപ്പോൾ ഉറപ്പായിട്ടും കിട്ടും. ഓപ്ഷൻ ബി ഡ്യൂട്ടിയാണ് ആൻസർ. ദെൻ ഇറിഗേഷൻ ഈസ് നീഡഡ് വെയർ റെയിൻഫോൾ ഈസ് ഏതൊക്കെയാണുള്ള ആൾ ഓഫ് ദി എബോവ് ഡി ആണ് ആൻസർ. അതെല്ലാം ആൻസർ തന്നെയാണ്. ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ദെൻ ഹൈഡ്രോളജി ഈസ് ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൾ ആസ്പെക്ട് ഓഫ് വാട്ടർ അവൈലബിൾ ഓൺ ദ എർത്ത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ഡിക്കൻസ് ഫോർമുല ഫോർ ഹൈ ഫ്ലഡ് ഡിസ്ചാർജ് ഈസ് യൂസ്ഫുൾ ഫോർ കാച്ച്മെൻറ്റ് ഇൻ ഏതാണ് നോർത്തേൺ ഇന്ത്യ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ദ ഗ്യാപ്പ് ഓർ മാർജിൻ ബിറ്റ്വീൻ ഫുൾ സപ്ലൈ ലെവൽ ആൻഡ് ടോപ്പ് ഓഫ് ദ ബാങ്ക് ഈസ് കാൾഡ് ഏതാണ് ഓപ്ഷൻ എ ഫ്രീ ബോർഡാണ് ആൻസർ. ദെൻ എർത്ത് ഡാം കുഡ് ബി കൺസ്ട്രക്റ്റഡ് വിത്ത് ഓൺലി. ഓക്കെ, ഇതും കൺഫ്യൂഷൻ വരുന്നതാണ്. എർത്ത് ഡാം നമുക്ക് ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്യാം. സോ കറക്റ്റ് ആൻസർ PSC ആൻസർ കീ വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സൂപ്പർ പാസേജ് ദ ഫുൾ സപ്ലൈ ലെവൽ ഓഫ് എ കനാൽ ഏതാണടാ ലോവർ ദാൻ ദ അണ്ടർ സൈഡ് ഓഫ് ദ ത്രൂ കേരി ഡ്രെയിനേജ് വാട്ടർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അത് മാറിപ്പോകരുത്. കറക്റ്റ് സൂപ്പർ പാസേജും അത് നോക്കിക്കൊള്ളണം. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ദെൻ സോയിൽ ഇറോഷൻ ഈസ് കോസ്ഡ് ബൈ ഏതാണ് ആൻസർ all of the above. Drag action of wind, abundant rainfall, unprotected soil surface, all of the above. Option D ആണ് ആൻസർ. The next question, the value of the camber recommended for thin bituminous surface road in area of heavy rainfall. Okay, ഏതാണ് ആൻസർ വാല്യൂ ഓഫ് camber ഏതാണ് ഓപ്ഷൻ സി 1:40 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസിഷൻ കർവ് ആർ പ്രൊവൈഡഡ് on the approach to horizontal curve in order to ഏതാണ് ആൻസർ reduce jerk to allowable level. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Okay, next, at highway stretches where the required overtaking sight distance cannot be provided, it is necessary to incorporate ഏതാണടാ ഓപ്ഷൻ ബി at least twice the stopping sight distance. ഓപ്ഷൻ ബി ആണ് ആൻസർ. The next question, in a cement concrete pavement double bar are used. ഡബിൾ ബാർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി എക്സ്പാൻഷൻ ജോയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ മഡ് പമ്പിങ് ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് സിമൻറ്റ് കോൺക്രീറ്റ് പേവ്മെൻറ്റ് ഓൺ ക്ലേ സബ്ഗ്രേഡ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസയർ ലൈൻസ് ആർ ഡ്രോൺ ബേസ്ഡ് ഓൺ ഏതാണ് ഓപ്ഷൻ ഡി ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ ഓൺ ഇന്ത്യൻ റെയിൽവേസ് ദ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽസ് ഫോർ ബ്രോഡ് ഗേജ് ട്രാക്ക് ഏതാണ് ഓപ്ഷൻ സി 12.80 മീറ്റർ ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ഓഫ് റെയിൽസ് ഇൻ എ ട്രാക്ക് ഈസ് നോൺ as ഏതാണ് ഓപ്ഷൻ സി ക്രീപ്പ് ആണ്. റെയിൽവേയിൽ നിന്നൊക്കെ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ സി ക്രീപ്പ് ആണ് ആൻസർ. ദെൻ as far as possible the alignment of bridge should be ഏതാണ് ഓപ്ഷൻ ബി സ്ക്വയർ അലൈൻമെൻറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ എ ഷിപ്പ് ഈസ് berthed in a chamber and lifted by principle of buoyancy such a chamber is called ഏതാണ്ട് ഓപ്ഷൻ സി ഫ്ലോട്ടിംഗ് ഡോക്ക് ആണ് ആൻസർ. ഓപ്ഷൻ സി ഫ്ലോട്ടിംഗ് ഡോക്ക് ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോവിങ് യൂണിറ്റ് പ്രോസസ്സസ് കോമൺലി യൂസ്ഡ് ഇൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ്: റാപ്പിഡ് മിക്സിംഗ്, flocculation, primary sedimentation, secondary sedimentation, chlorination and rapid sand filtration. The order of these unit process first to last in a conventional water treatment plant.
ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസീവ് ഫ്ലൂറൈഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ കേസസ്. ഏതാണടാ? ഓപ്ഷൻ ബി ആണ് മോഡലിംഗ് ഓഫ് ടീത്ത് ആൻഡ് എംബ്രിറ്റ്മെൻറ്റ് ഓഫ് ബോൺസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. Then next question, in disinfection, which of the following forms of chlorine is most effective in killing the pathogens bacteria? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് HOCA. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. Then a combined sewer is on which transport? ഏതാണടാ? ഓപ്ഷൻ ഡി ആണ് ഡൊമസ്റ്റിക് സീവേജ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആൻഡ് സ്റ്റോം വാട്ടർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Then chemical oxygen demand of a sample is always greater than biochemical oxygen demand since it represent ഏതാണ്? ഓപ്ഷൻ ബി ആണ് ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ ഹൈ COD ആൻഡ് BOD റേഷ്യോ ഓഫ് ആൻ ഓർഗാനിക് പൊളൂട്ടൻ്റ് റെപ്രസെൻറ്റ്. ഏതാണ്? ഓപ്ഷൻ എ ലോ ബയോഡിഗ്രേഡബിലിറ്റി ഓഫ് ദ പൊളൂട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. The next question, which one of the following is a measure of light emitting properties of wastewater? ഏതാണ്? ഓപ്ഷൻ സി ആണ് ടർബിഡിറ്റി ആണ് ആൻസർ. The next question, the theoretical time taken by a particle of water to pass between entry and exit of a settling tank is known as. ഏതാണ്? ഡിറ്റൻഷൻ പീരീഡ് ആണ്. ഓപ്ഷൻ ബി ഡിറ്റൻഷൻ പീരീഡ് ആണ് ആൻസർ. Then zero hardness of water is achieved by ഏതാണ്? ഓപ്ഷൻ സി ആണ് അയൺ എക്സ്ചേഞ്ച് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. Then 100 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following method is used to forecast the population of young and rapidly increasing city? ഏതാണടാ? ഓപ്ഷൻ ബി ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്. ഓക്കെ, ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. എക്സാം വളരെ ഈസി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് ഏകദേശം പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ കിട്ടാത്തവർ പേടിക്കണ്ട. ഇനി ഇഷ്ടംപോലെ എക്സാം വരുന്നുണ്ട്. AEയുടെ എക്സാം, അതുപോലെ തന്നെ IT സ്റ്റുഡൻസിനായാലും ഗ്രേഡ് 3 സെപ്റ്റംബറിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേഡ് 2 എക്സാം ജൂലൈയിൽ നടക്കുന്നുണ്ട്. ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നുണ്ട്. സോ ഇനിയുള്ള എക്സാമിനൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കണം. ഇപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യനിൽ വലുതായിട്ട് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലോട്ടൊന്നും വന്നിട്ടില്ല. സോ നമുക്ക് ഏത് എക്സാമിന് വേണമെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.